നോമ്പ് ചിന്ത 9-ാം ദിനം. ഹൃദയവഴി കാൽവരി. തയ്യാറാക്കിയത് ഡോക്ടർ ഫാദർ ജോസഫ് വലിയ വീട്ടിൽ. കൃപാസനം. എറിഞ്ഞു കളയുക, വലിച്ചു കയറ്റുക. ദൈവരാജ്യം കടലിൽ എറിയുന്ന വലയ്ക്ക് സദൃശം. കർത്താവിൻ്റെ ദൈവരാജ്യ വെളിപാടുകളിൽ ഏറ്റവും ചിന്തനീയമായ ഒരു ഭാഗം. മത്സ്യങ്ങൾ നിറയുമ്പോൾ മത്സ്യത്തൊഴിലാളികൾ വല വലിച്ചു കയറ്റുന്നു. അവർ ചീത്ത മത്സ്യങ്ങൾ എറിഞ്ഞുകളയുകയും നല്ല മത്സ്യങ്ങൾ പാത്രത്തിൽ ശേഖരിക്കുകയും ചെയ്യുന്നു. മത്തായി 13-ാം അധ്യായം 48-ാം വാക്യം. എല്ലാ വിഷയവും അരിച്ചെടുക്കുന്ന ആത്മീയ ആരോഗ്യത്തിൻ്റെ നിദർശനമാണ് ഈ ഉപമാലങ്കാരം. നമ്മുടെ ജീവിതവുമായും ഇതിന് ബന്ധമുണ്ട്. ചീത്ത മത്സ്യങ്ങൾ എറിഞ്ഞുകളയുക, ചീത്തയായവയെ എറിഞ്ഞുകളയണമെന്നാണ് ബൈബിൾ മുന്നോട്ട് വയ്ക്കുന്ന നിലപാട്. വലിച്ചു കയറ്റുക എന്നതിലും ചിന്തിക്കാനുണ്ട്. ലോകത്തിൽ നിന്നെടുക്കുന്ന എല്ലാ കാര്യങ്ങളെയും ഹൃദയത്തിലേക്ക് വലിച്ചു കയറ്റരുത്. ചീത്തയുണ്ടെങ്കിൽ എറിഞ്ഞുകളയണം. നമ്മൾ പലപ്പോഴും ചീത്ത മത്സ്യങ്ങളെയും നല്ല മത്സ്യങ്ങളെയും ഒരുമിച്ച് വലിച്ചു കയറ്റും, പാത്രത്തിൽ ശേഖരിക്കും. ഇത് മനസ്സിനെ ഭാരപ്പെടുത്തും. വിമർശനം വളർത്താനും തളർത്താനും നടത്താം. ചിലർ നമ്മെ തളർത്തുക എന്ന ലക്ഷ്യത്തോടെ രൂക്ഷ വിമർശനം നടത്തും. ഇത് ശരിക്കും ചീത്ത മത്സ്യമാണ്. ഇത് പാത്രത്തിൽ ശേഖരിക്കേണ്ട ആവശ്യമില്ല. അതുപോലെ ചില ആളുകളോട് നമ്മൾ ക്ഷമിക്കാതെ ഇരിക്കുന്നതും ചീത്ത മത്സ്യങ്ങളെ പാത്രത്തിൽ സൂക്ഷിക്കുന്നതിന് തുല്യമാണ്. ക്ഷമ കൊടുക്കാൻ അവസരമുണ്ടായിട്ടും പ്രതികാരത്തിനു വേണ്ടി അവ സൂക്ഷിച്ചു വെക്കുന്നവർ. അത് ഉപ്പ് സൂക്ഷിക്കുന്നത് പോലെയാണ്. ഉപ്പിരിക്കുന്ന കുടം ദ്രവിച്ച് ഉടഞ്ഞു പോകും. ഇതുപോലെയാണ് ചീത്ത ചിന്തകളും. അവ സൂക്ഷിക്കുന്ന പാത്രം ദ്രവിച്ചുടയും. പഴയ മനുഷ്യനെ അവൻ്റെ ചെയ്തികളോടുകൂടെ ദൂരെ എറിയാൻ കൊളോസോസ് 3:10 പറയുന്നു. അപ്പോൾ ദൂരെ എറിയുക എന്നുള്ളത് സുവിശേഷത്തിൽ ആകമാനം പടർന്നു കിടക്കുന്ന ആധ്യാത്മികമായ ഒരു ദൈവിക വെളിപാടാണെന്ന് കാണാം. പഴയ മനുഷ്യനെ അവൻ്റെ ചെയ്തികളോടുകൂടെ എന്ന വാക്യം ശ്രദ്ധിക്കുക. ചിന്തയും പ്രവൃത്തിയും ചീത്തയാണെങ്കിൽ അത് പഴയതാണെന്നുള്ള നിലപാടാണ് ബൈബിൾ മുന്നോട്ട് വയ്ക്കുന്നത്. ചീത്തയാണെങ്കിൽ അത് നമ്മെ ജഡിക മനുഷ്യരാക്കും. സ്രഷ്ടാവിൻ്റെ പ്രതിച്ഛായയ്ക്കൊത്ത് നവീകരിക്കപ്പെടുന്ന പുതിയ മനുഷ്യനെ സ്വീകരിക്കാനാണ് നോമ്പുകാലത്തിൻ്റെ ആഹ്വാനം. സുവിശേഷ വിഹിതമല്ലാത്ത ജീവിത രീതികൾ, ജീവിത ചിന്തകൾ, പെരുമാറ്റ ദൂഷ്യങ്ങൾ, പെരുമാറ്റ രീതികൾ തുടങ്ങിയവയെല്ലാം ഈ നോമ്പുകാലത്ത് എറിഞ്ഞുകളഞ്ഞ് പുതിയ മനുഷ്യരാകാം.